السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين. أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല വജഹു മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് സ്വഹാബികളിൽപ്പെട്ട പലരും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ പലരും നമ്മളോട് ഉപദേശിച്ചിട്ടുള്ള വളരെ സുപ്രധാനമായ ഒരു ഉപദേശമാണ് ഹാസിബു അൻഫുസകും ഖബല അൻ തുഹാസബു. നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം വിചാരണ ചെയ്യുക. നമുക്കറിയാം, നമ്മൾ ഓരോരുത്തരും ഇസ്ലാം ദീനനുസരിച്ച് ജീവിക്കുന്നതും നമ്മുടെ കൺമുന്നിലൂടെ കടന്നു പോകുന്ന പല ഹറാമുകൾ നമ്മൾ വേണ്ടെന്ന് വെക്കുന്നതും പല കാര്യങ്ങളും നമ്മൾ കഷ്ടപ്പെട്ട് നിർബന്ധമായ പല വിഷയങ്ങളും പാലിക്കുന്നതുമൊക്കെ നമുക്ക് ഈ ഒരു ദുനിയവിയായ ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതത്തിലേക്ക് പോകാനുണ്ട് എന്ന കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ടാണ്. ആ ഒരു ജീവിതം നമുക്കെല്ലാവർക്കും അതിൻ്റെ സുനിശ്ചിതത്വവും അത് നമ്മളെ കൃത്യമായി ബാധിക്കുമെന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയ സമയത്ത് നിന്ന് ഒരു സെക്കൻഡ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകിടക്കുകയില്ലെന്നുമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. മരണം അതെന്ത് ചെയ്യും? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ നഫ്സും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. നമ്മൾ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അതിനുള്ള പ്രതിഫലങ്ങൾ അത് പൂർണ്ണമായി നമ്മൾക്ക് പൂർത്തീകരിക്കപ്പെടുക ഖിയാമത്ത് നാളിലാണ്. നമ്മളിപ്പോ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ, പ്രവർത്തനങ്ങൾ, അത് നമ്മൾ ഒരിക്കലും ഇവിടെ നമുക്ക് കിട്ടുന്ന റിസൾട്ട്, ഞാൻ ദുനിയാവിൽ ഇത്ര കാലം ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു, ഇങ്ങനെയൊക്കെ ചെയ്തു, എനിക്കെന്നിട്ട് എന്താണ് എൻ്റെ കുടുംബത്തിലൊരു സമാധാനമില്ലാത്തത്, അല്ലെങ്കിൽ എൻ്റെ കച്ചവടത്തിൽ എന്താണ് ലാഭം കിട്ടാത്തത്, അല്ലെങ്കിൽ എൻ്റെ മറ്റു കാര്യങ്ങളിൽ എന്താണ് ഒരു ബറക്കത്തില്ലാത്തത് എന്ന് നമ്മൾ ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. ഏതുപോലെ അള്ളാഹുവിനെ ധിക്കരിച്ച് നടക്കുന്ന ആളുകൾ, അള്ളാഹുവിന് അനുസരണക്കേട് കാണിക്കുന്ന ആളുകൾ, അള്ളാഹുവിൽ അവിശ്വസിക്കുന്ന ആളുകൾ, അവർക്ക് യാതൊരു പ്രയാസവും കൂടെ നേരിടേണ്ടി വരുന്നില്ല, ഒരു ബുദ്ധിമുട്ടും അവർക്ക് കൂടെ സഹിക്കേണ്ടി വരുന്നില്ല. അപ്പൊ ഇതൊന്നും എന്തല്ല, യാഥാർത്ഥ്യത്തിൽ എന്തല്ല, നമുക്ക് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് നേർക്ക് നേരെ പ്രതിഫലം കിട്ടുന്ന രീതിയല്ല ഈ ദുനിയാവെന്നുള്ളത്. നമുക്കതിനുള്ള പ്രതിഫലം കിട്ടുക പരലോകത്ത് വെച്ചിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്കറിയില്ലേ? ഏറ്റവും അദ്ദേഹത്തെക്കാൾ മികച്ച വിശ്വാസമുള്ള, അദ്ദേഹത്തെക്കാൾ മികച്ച ഇബാദത്തുകൾ ചെയ്തിട്ടുള്ള, അദ്ദേഹത്തെക്കാൾ നല്ല സ്വഭാവത്തിൽ പെരുമാറിയിട്ടുള്ള വേറെ ഏത് മനുഷ്യനാണ് ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ളത്? പക്ഷേ അദ്ദേഹത്തിന് ഈ ദുനിയാവിൽ എങ്ങനെയായിരുന്നു? വലിയ സുഖസൗകര്യങ്ങളിൽ മുങ്ങിക്കുളിച്ച അവസ്ഥയായിരുന്നു. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം. അത്രയധികം പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എല്ലാ നിലയ്ക്കും. ഏത് നിലയ്ക്ക് നമ്മൾ നോക്കുകയാണെങ്കിലും എല്ലാ നിലയ്ക്കും അല്ലെ, എത്രത്തോളം അദ്ദേഹം സ്വയം പറയുക പോലുണ്ടായി, മാ ഊദിയ അഹദുൻ മാ ഊദിതു ഫില്ലാഹി അസ്സ വജൽ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ഉപദ്രവിക്കപ്പെട്ടതുപോലെ ഒരാളും ഉപദ്രവിക്കപ്പെട്ടിട്ടില്ല എന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തത്തെ പറ്റി പറയുകയുണ്ടായി. അത്രയധികം പ്രയാസങ്ങൾ സഹിക്കുന്നതിന്റെ അർത്ഥം എന്തെല്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് തീരെയും വേണ്ടാത്തവനാണ്, അള്ളാഹുവിന് തീരെ ഇഷ്ടമില്ലാത്തവനാണെന്നല്ല അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം ഈ ദുനിയാവ് എന്നുള്ളത് അത്രയേ ഉള്ളൂ. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം കിട്ടാൻ, അതിന്റെ ആഫ്റ്റർ എഫക്റ്റ്, അത് ഇവിടെ തന്നെ റിസൾട്ടായിട്ട് കിട്ടാനുള്ള വേദിയല്ല ഈ ദുനിയാവ്. അത് കിട്ടുക മരണത്തിന് ശേഷമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബോധ്യമുള്ള ആളുകളാണ് നമ്മളെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ മരിച്ചു കഴിഞ്ഞ് അവിടെ റബ്ബിന്റെ അടുക്കലെത്തി റബ്ബ് നമ്മൾ വിചാരണ ചെയ്യുമ്പോൾ കുടുങ്ങിപ്പോകുന്ന ഒരവസ്ഥ നമ്മളെ സംബന്ധിച്ച് വളരെയധികം പേടിക്കേണ്ടതുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടുകാരുടെ മുന്നിലൊക്കെ നല്ല എല്ലാം പാലിക്കുന്നവനായി അറിയപ്പെടുക, ആർക്കും നമ്മളെ പറ്റി ഒരു പരാതി ഇല്ലാതിരിക്കുക,
എന്നിട്ട് നമ്മൾ റബ്ബിന്റെ അടുക്കലേക്ക് വിചാരണയ്ക്ക് റബ്ബിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ കുടുങ്ങിപ്പോകുന്ന അവസ്ഥ ഒരിക്കലും നമ്മൾക്ക് വന്നു ചേരുന്നു. അതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ വഴികൾ സ്വീകരിക്കണം, എന്തെല്ലാം മുൻകരുതലുകൾ നമ്മൾ എടുക്കണം, ഇതൊക്കെ നമ്മൾ അറിയണം, പഠിക്കണം. അത്തരം കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കണം. ഒന്നാമത്തെ കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, എല്ലാവരുടെയും ഹൃദയങ്ങൾ ഇന്നൽ ഖുലൂബ ബൈന ഉസ്ബുഐനി മിൻ അസാബിർ റഹ്മാൻ, എല്ലാ ഹൃദയങ്ങളും അള്ളാഹുവിന്റെ 2 വിരലുകൾക്കിടയിലാണ്. യുഖല്ലിബുഹാ കൈഫ യശാ, അള്ളാഹു അതിനുദ്ദേശിക്കുന്ന പോലെ തിരിച്ചു കളയും. 60 കൊല്ലം ഹിദായത്തിൽ തന്നെ, ഇബാദത്തുകളിൽ തന്നെ, അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ തന്നെ മുഴുകിയ ഒരാൾ, അവന്റെ ഹൃദയം അതിൽ തെറ്റിപ്പോകാൻ 60 സെക്കൻഡ് പോലുമാണ്. 60 സെക്കൻഡ് പോലും ആവശ്യമില്ല. കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് ഹിദായത്ത് നമ്മൾ നഷ്ടപ്പെട്ടു പോകും. നമ്മൾക്കത് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എപ്പോഴല്ലാതെ റബ്ബിന്റെ സഹായമില്ലാതെ. ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അള്ളാഹു ഒരാൾക്ക് ഹിദായത്ത് നൽകിക്കഴിഞ്ഞാൽ അവനെ വഴി തെറ്റിക്കുന്ന ഒന്നുമില്ല. ഒരാൾക്ക് അവനെ വഴി പഠിപ്പിക്കാൻ സാധിക്കൂല. എന്നാലോ അള്ളാഹു ഒരാൾ ബലാലത്തിലാക്കിയാൽ അവനെ ശരിയായ വഴിയിലാക്കാനും ആരുമില്ല. നമ്മൾക്ക് ഏറ്റവും ആദ്യം വേണ്ട ബോധ്യത എല്ലാം റബ്ബിന്റെ കൈകളിലാണ്. റബ്ബ് എന്നെ ഹിദായത്തിലാക്കുമ്പോഴേ ഞാൻ ഹിദായത്തിലാവുള്ളൂ. അല്ലാതെ എൻ്റെ ബുദ്ധിശക്തി കൊണ്ടോ, എൻ്റെ മെമ്മറി പവർ കൊണ്ടോ, IQ പവർ കൊണ്ടോ, അല്ലെങ്കിൽ എൻ്റെ കോണ്ടാക്ട് ലിസ്റ്റിൽ ഇത്ര ഉസ്താദുമാരുടെ നമ്പർ ഉണ്ട് എന്നുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇത്രയും കിതാബുകളുണ്ട്, ഇങ്ങനെ ഒരു കാരണം കൊണ്ടും നമുക്ക് ഈ ഹിദായത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയില്ല. റബ്ബിന്റെ സഹായം കൂടാൻ ഒന്നാമത് വേണ്ട ചിന്തയാണ്. ഇത് കൃത്യമായ മനസ്സിൽ തട്ടിയ ഒരാൾ, ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ ഒരാൾ, അവൻ റബ്ബിനോട് അവന് ചോദിക്കാൻ എത്ര കണ്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ അത്രത്തോളം റബ്ബ് സുബ്ഹാനഹു വ തആലയോട് അവനെ ഈ വഴിയിൽ ഉറപ്പിച്ചു നിർത്താൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അദ്ദേഹം ഏറ്റവും അധികം അധികരിപ്പിച്ചിരുന്ന പ്രാർത്ഥനകളൊന്ന അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുവേ, എൻ്റെ ഹൃദയങ്ങൾ മാറ്റിമറിക്കുന്നവനെ, എൻ്റെ ഹൃദയത്തെ നീ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയധികം അധികരിപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ആ പ്രാർത്ഥനയിലേക്ക് എത്രമാത്രം ആവശ്യക്കാരായിരിക്കും അല്ലെ? ഏറ്റവും അധികം ഈമാനുള്ള, ഏറ്റവും അധികം തഖ്വയുള്ള, ഏറ്റവും അധികം ഇൽമുള്ള, ഏറ്റവും അധികം ഇബാദത്തുള്ള മറ്റാരുമില്ല. ആ വ്യക്തി ഏറ്റവും ശ്രേഷ്ഠനായ നബിമാരിൽ തന്നെ ഏറ്റവും മികച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം ഇത്രയധികം പേടിക്കുന്നുണ്ടെങ്കിൽ, ഇത്രയധികം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ അറിവിന്റെയോ ഇൽമിന്റെയോ തഖ്വയുടെയോ ഇബാദത്തിന്റെയോ ഒന്നിന്റെയും ഒരു ചെറിയൊരു ശതമാനത്തിലേക്ക് പോലും എത്താത്ത നമ്മൾ എത്രമാത്രം ആ പ്രാർത്ഥിക്കാൻ ആവശ്യക്കാരാണ്. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾക്ക് അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തത്? നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് ഒരു മുസ്ലിം 17 തവണ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്നുണ്ട്. ഏറ്റവും ചുരുങ്ങിയത്. ഈ സൂറത്തുൽ ഫാത്തിഹ എന്താണെന്നറിയോ? നമുക്ക് സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് ഉദ്ദേശിക്കുന്ന അതിന്റെ മെയിൻ മർമ്മം എന്നുള്ളത് എന്തെന്നറിയോ? സൂറത്തു ദുആ എന്ന് വിളിക്കാറുണ്ട് ഈ സൂറത്തിനെ പണ്ഡിതന്മാർ. ഈ സൂറത്ത് എന്നുള്ളത് പ്രാർത്ഥന. എന്താ പ്രാർത്ഥിക്കുന്നത്? ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഹിദായത്ത് നൽകണമേ എന്നുള്ള പ്രാർത്ഥന. നമ്മൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മൾ മുസ്ലിമീങ്ങളല്ലേ, അള്ളാഹുവിനെ അംഗീകരിക്കുന്നവരല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റുന്നവരല്ലേ, ഖുർആനിന്റെ വിധിവിലക്കുകൾ പാലിക്കാൻ പരമാവധി ശ്രമിക്കുന്നവരല്ലേ. പിന്നെന്തിനാണ് നമ്മൾ ഈ പ്രാർത്ഥന എല്ലാ ദിവസവും 17 തവണ ആവർത്തിച്ച് ഏറ്റവും മിനിമമാണ് 17 തവണ? എന്തിനാണ്? അതിന്റെ കാരണം എന്താ? അതിന്റെ റീസൺ എന്താണെന്ന് അറിയോ? നമ്മൾ ആ പ്രാർത്ഥനയിലേക്ക് അത്രയധികം ആവശ്യക്കാരാണ്. ഹിദായത്ത് കിട്ടി എന്നുള്ളത് കൊണ്ട് നമുക്ക് ഈ ഹിദായത്തുമായി തന്നെ റബ്ബിനെ കണ്ടുമുട്ടാൻ സാധിക്കുക എന്നുള്ളതിനാണ് കാര്യം. അള്ളാഹ് പറഞ്ഞെന്താ? ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരണപ്പെടരുതെന്നാണ്.
നമ്മൾ മരിക്കുമ്പോ എങ്ങനെയാണോ അതാണ് വിഷയം, അതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ. ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, എല്ലാ അമലുകളും പരിഗണിക്കപ്പെടുന്നതിന് ലാസ്റ്റ് നോക്കിയിട്ടാണ്. നിങ്ങൾ കുറെ കാലം ഇബാദത്ത് ചെയ്ത് കുറേയൊക്കെ കഷ്ടപ്പെട്ട് അള്ളാഹുവിനനുസരിച്ച് ജീവിച്ച് നിങ്ങൾ മരിക്കാനായ സമയത്ത് നിങ്ങളുടെ ഹൃദയം മാറി ഹിദായത്തിൽ നിന്ന് തെറ്റി അള്ളാഹുനെ ധിക്കരിച്ച് നടന്ന രൂപത്തിൽ നിങ്ങൾ മരണപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നരകത്തിലേക്ക് എത്താം. നരകത്തിലേക്കാണ് എത്തുക. നിങ്ങൾ കുറെ അങ്ങനെ ചെയ്തില്ലേ, ഇത്ര കാലം ഇങ്ങനെ ചെയ്തില്ലേ എന്നുള്ളതൊന്നും അവിടുത്തെ ഒരു വിഷയമല്ല. നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ എപ്പോഴും നമ്മുടെ ഉറക്കം കെടുത്തേണ്ട, നമ്മളെ ആലോചിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയേണ്ട, ഹൃദയം നെടുങ്ങേണ്ട, നമുക്ക് ഏറ്റവും അധികം നമ്മുടെ തലയിൽ ടെൻഷനായി തീരേണ്ട കാര്യം എന്നുള്ളത് നമ്മുടെ മരണം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. നമുക്ക് കിട്ടിയ ഹിദായത്തുമായി, ഈമാനുമായി, തൗഹീദുമായി തന്നെ മലക്കുൽ മൗത്തിനെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കുമോ? റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുമ്പോഴും ഈ തൗഹീദ് എന്റെ ഹൃദയത്തിൽ നിലനിൽക്കുമോ എന്നുള്ള പേടിയാണ് നമുക്ക് ഏറ്റവും അധികമുണ്ട്. സലഫുകൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും അധികം പേടിച്ച് കരഞ്ഞിരുന്ന, അവരുടെ കരച്ചിലൊക്കെ അങ്ങേറ്റ് അറിയപ്പെട്ടതാണ് ഈ വിഷയം. ഞാൻ മരിക്കും, എന്റെ അവസ്ഥ എന്തായിരിക്കും അല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരുപാട് സന്ദർഭത്തിൽ, ഒരുപാട് സദസ്സുകൾ. സലഫുകൾപ്പെട്ട ഇമാമാണ്, മുഹദ്ദിസാണ് സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ്. അദ്ദേഹം അറഫയിൽ നിൽക്കുമ്പോൾ, ഹാജിമാർ അറഫയിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടാവും. ഇദ്ദേഹത്തിന്റെ ശിഷ്യൻ പറയുന്നത് ആ ലക്ഷക്കണക്കിന് ആളുകളിൽ ഇദ്ദേഹത്തിന്റെ അത്രയും പേടിച്ച് കരയുന്ന മറ്റാരും ഞാൻ കണ്ടില്ല. അദ്ദേഹം കൂടെ യാത്ര ചെയ്ത ശിഷ്യൻ പറയുന്നു, അത്രയധികം പേടിച്ച് അദ്ദേഹം കരയണം. അപ്പൊ ഇദ്ദേഹം, ഈ ശിഷ്യൻ ഉസ്താദിനോട് ചോദിക്കാം, താങ്കൾ എന്തിനാണ് ഇങ്ങനെ പേടിച്ച് കരയുന്നത്? താങ്കൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? താങ്കൾ ചെയ്ത തെറ്റുകളെ പറ്റി ആലോചിച്ചിട്ടാണോ? ശിഷ്യൻ ചോദിക്കാം. താങ്കൾ ചെയ്ത തെറ്റുകളെ പറ്റി ആലോചിച്ചിട്ടാണോ? അപ്പോ സുഫിയാൻ റഹിമഹുല്ലാഹ് നിലത്ത് നിന്ന് കടന്നിരുന്ന ഒരു മണൽത്തിരി എടുത്തിട്ട് എന്ത് ചെയ്യണം, ഇങ്ങനെ കാറ്റത്ത് തന്നെ ഓതി പറപ്പിക്കാം. എന്നിട്ട് പറയണം, അള്ളാഹുവിന്റെ അപാരമായ വിശാലമായ റഹ്മത്തിന്റെ മുന്നിൽ എന്റെ തെറ്റുകൾ ഇത്ര പോലുമില്ല, എന്റെ തെറ്റുകൾ ഇത്ര പോലും വരൂല. പക്ഷേ ഞാൻ പേടിക്കുന്നുണ്ടെന്നറിയൂ, ഞാൻ ഈ ചെയ്ത തെറ്റുകൾ കാരണത്താൽ റബ്ബ് സുബ്ഹാനഹു വ തആല എന്നിൽ നിന്ന് എന്റെ ഹിദായത്ത് എടുത്തു കളഞ്ഞേക്കുമോ എന്ന പേടി കാരണം കാര്യം. ശ്രദ്ധിക്കണം, തെറ്റുകൾ നമ്മൾ ചെയ്താൽ അതിനൊരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവും, ഉറപ്പാണ്. നമ്മളൊരു തെറ്റ് ചെയ്താൽ അതിനെന്തായാലും ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്തായാലും ഉണ്ടാവും അല്ലെ? നമ്മൾ ഭൂമിയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? നമ്മുടെ വാപ്പയമ്മയും എങ്ങനെ, എന്തിന്റെ ആഫ്റ്റർ എഫക്റ്റാ? തെറ്റ് ചെയ്തതിന്റെ, പഴം കഴിക്കരുതെന്ന് പറഞ്ഞ് കഴിച്ചതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ്. അന്നത് പുറത്തു കൊടുത്തു. പക്ഷേ തെറ്റ് പൊറുപ്പിക്കപ്പെട്ടാലും പുറത്തു കൊടുക്കപ്പെട്ടാലും ആ തെറ്റിനൊരു ആഫ്റ്റർ എഫക്റ്റ് എന്തായാലും ഉണ്ടാവും. അതൊരു അനന്തരഫലം അതുണ്ടാകും, ഉറപ്പായി ഉണ്ടാവും. നമ്മൾ പേടിക്കണം. ആ അനന്തരഫലം നമ്മുടെ ഹിദായത്ത് നഷ്ടപ്പെടുന്ന കാര്യമായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ജീവിതം അതിനെന്തർത്ഥമുള്ളത് അല്ലേ? നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ട് ഇബാദത്ത് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്ത് ഓടി നടന്ന് കഷ്ടപ്പെട്ട് ഈ ദീനു വേണ്ടി പരിശ്രമിച്ച് മരിക്കുന്ന സമയത്ത് ഹിദായത്ത് ഇല്ലാതെ റബ്ബിനെ കണ്ടുമുട്ടുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെക്കാൾ നഷ്ടക്കാരുള്ളൂ. ദുനിയാവിന്റെ ആൾക്കാർക്ക് ദുനിയാവിനെയും കിട്ടിയെന്ന് പറയും. നമുക്ക് എന്താ കിട്ടിയത്? നമുക്ക് ദുനിയാവില്ല, ആഖിറയില്ല. വളരെ പേടിക്കേണ്ട വിഷയമാണ്, വളരെയധികം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പൊ നമ്മുടെ ഈ വിഷയത്തിൽ നമുക്ക് എത്രമാത്രം, ഞാനീ പറയുന്നത് ചുരുക്കത്തേ ഉള്ളൂ, നമുക്ക് കിട്ടിയ നിഅമത്ത്, ഇതിന്റെ വില നമ്മൾ എത്ര കണ്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്? നമ്മൾ നമ്മളോട് തന്നെ എന്ത് ചെയ്യാം, സ്വയം ചോദിച്ചു നോക്കുക. നമ്മൾ ആദ്യം പരിശോധിക്കേണ്ട വിഷയമാണ്. നിങ്ങൾ ആലോചിച്ചു, ഇത്ര പേരേ ഉള്ളൂ ഇതേ സ്ഥലത്ത്, ഇതേ വീട്ടിൽ തന്നെ, ഈ ഒരു എത്തിപ്പെടാൻ പ്രയാസമുള്ള ഈ സ്ഥലത്ത് തന്നെ ഒരു സംഗീതത്തിന്റെ, ഒരു മ്യൂസിക്കിന്റെ ഒരു പരിപാടി വെച്ചു എന്ന് വിചാരിക്കാം. ഒരു പാട്ടുകാരനെ കൊണ്ടുവന്നിട്ട് എത്ര ആൾക്കാരുണ്ടാവും? ഇവിടെ കാലുകുത്താൻ കഴിയില്ല. ഈ മുറ്റത്തും ഈ റോഡിലൊന്നും തിരക്ക് കാരണം വണ്ടികൾക്ക് പോകാൻ കഴിയില്ല. വൃത്തികേടുകൾക്ക് പിന്നാലെ പോകുന്ന നിങ്ങളുടെ 10,000 ഇരട്ടി ആളുകൾ ഇതേ നാട്ടിലുണ്ട്. ഇതേ നാട്ടിൽ നിങ്ങൾക്ക് ചുറ്റുപാടുണ്ട്. അവർക്കൊന്നും റബ്ബ് കൊടുത്തിട്ടില്ല, നിങ്ങൾക്ക് മാത്രമേ തന്നിട്ടുള്ളൂ. അത് റബ്ബ് തന്നതാണ്.
നിങ്ങൾ അതിന്റെ വില മനസ്സിലാക്കിയാലും മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും റബ്ബ് നിങ്ങളെ ഇഷ്ടപ്പെട്ട് നൽകിയതാണ്. ഞാൻ വിശ്വാസം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു ദുനിയാവ് അവൻ ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ കൊടുക്കും. സമ്പത്ത്, ആർഭാടങ്ങൾ, സൗകര്യങ്ങൾ, പ്രശസ്തി, ഇതൊക്കെ അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും ഒക്കെ കൊടുക്കും. പക്ഷേ ഈമാൻ എന്നുള്ളത്, ഹിദായത്ത് എന്നുള്ളത് അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കും. ഈ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് മാത്രം നൽകിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അത് ചില്ലറ അനുഗ്രഹമല്ല. നമുക്ക് ഈ ദുനിയാവിൽ മറ്റൊന്നും ഒരു അനുഗ്രഹം കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കാം. നമുക്ക് കണ്ണില്ല, കാതില്ല, നമുക്കൊന്നുമില്ല, ഒരു അനുഗ്രഹവും ഇല്ല നമ്മൾ വിചാരിക്കാം. പക്ഷെ നമ്മൾക്ക് ഈ ഹിദായത്ത് എന്ന അനുഗ്രഹം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ എങ്കിലും നമ്മളാണ് ഈ ദുനിയാവിൽ ഏറ്റവും വലിയ അനുഗ്രഹം, ഏറ്റവും വലിയ സൗഭാഗ്യവാന്മാർ നമ്മളാണ്. ഇനി നമ്മൾക്ക് ഈ അനുഗ്രഹം കിട്ടിയിട്ടില്ല, നമുക്ക് ബാക്കി ദുനിയാവിൽ എല്ലാം ഉണ്ട് എങ്കിലും നമ്മളാണ് ഈ ദുനിയാവിൽ ഏറ്റവും വലിയ ദൗർഭാഗ്യവാൻ. ഈ അനുഗ്രഹത്തിന് വില നമ്മൾ തിരിച്ചറിയണം. എന്തിനാ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെപ്പറ്റി നമ്മളെപ്പറ്റി ചിന്തിച്ചു നോക്കുക. ഇത്ര വലിയ അനുഗ്രഹം എനിക്ക് റബ്ബ് നൽകിയിട്ട് ഞാൻ ഈ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ശുക്ർ ചെയ്യണം, നന്ദി കാണിക്കണം. ഞാൻ എന്ത് ശുക്റാണ് ഈ അനുഗ്രഹത്തിന്, ഹിദായത്ത് എന്ന നിഅമത്തിന് ഞാൻ എന്താണ് ചെയ്തിട്ടുള്ള പകരമായിട്ട്? നന്ദി എന്ന രൂപത്തിൽ, ശുക്ർ എന്ന രൂപത്തിൽ ഞാൻ എന്താണ് നൽകിയത്, ഞാൻ എന്താണ് ചെയ്തത്, ഞാൻ എന്താണ് പറഞ്ഞത്? അല്ലാഹു പറഞ്ഞത് ലൈൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. ഈമാനും തഖ്വയും ഇൽമും ഒക്കെ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്, നിങ്ങൾ നന്ദി കാണിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ എന്റെ ശിക്ഷ വളരെ കഠിനമാണ്. അള്ളാഹു താക്കീത് ചെയ്യും, പേടിപ്പിക്കുകയാണ്. എന്റെ ശിക്ഷ വളരെ കഠിനമാണ്. നന്ദി കാണിക്കാൻ നമ്മൾ തയ്യാറാകണം, നമ്മൾ മെനക്കെടണം, എഫേർട്ട് എടുക്കണം. ഇവിടെ ദുനിയാവെന്നുള്ളത് പണിയെടുക്കേണ്ട സ്ഥലമാണ്, കഷ്ടപ്പെടുന്ന സ്ഥലമാണ്. ഇവിടെ നമ്മൾ പണിയെടുക്കാതെ ഈ കിട്ടിയ അനുഗ്രഹത്തിന്റെ നന്ദി നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ കാണിക്കാതെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതേ അനുഗ്രഹവുമായി തന്നെ നമ്മൾ മരണപ്പെടുന്ന നമുക്ക് ഒരാൾക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. അത് ഗൗരവമുള്ള വിഷയം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ അനുഗ്രഹത്തിന് ഞാൻ നന്ദി കാണിച്ചിട്ടുണ്ടോ പരിശോധിക്കണം. ഈ അനുഗ്രഹത്തിന് എങ്ങനെ നന്ദി കാണിക്കേണ്ടത്? എങ്ങനെയാ? ഹിദായത്ത് എന്ന അനുഗ്രഹത്തിന് നന്ദി കാണിക്കേണ്ടത് എങ്ങനെ? ഒന്നാമത് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ ഹിദായത്ത് നമുക്ക് കിട്ടിയത് അതിന്റെ റിസൾട്ട് നമ്മളിൽ ഏറ്റവും പൂർണ്ണമാകാൻ നമ്മൾ വേണ്ട നടപടികൾ, അതിന്റെ ബാക്കി സ്റ്റെപ്പുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഉദാഹരണം എളുപ്പത്തിൽ മനസ്സിലാൻ വേണ്ടി പറയുകയാണെങ്കിൽ, നമ്മൾ മുസ്ലിം ആകുന്നത് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഏറ്റവും സിമ്പിളായി ചോദിച്ചാൽ നരകത്തിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നരകത്തിൽ ശാശ്വതനാക്കുന്ന കാര്യങ്ങളിൽ ഒന്നുപോലും ഉണ്ടാകാൻ പാടില്ല. ഒരാൾ അള്ളാഹു തന്ന ഈ ഹിദായത്തിന്റെ വില മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവൻ ചെയ്യേണ്ട ആദ്യത്തെ പടി എന്നുള്ളത് അവന്റെ ജീവിതത്തിൽ അവനെ നരകത്തിൽ ശാശ്വതനാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, വിശ്വാസമോ സംസാരമോ പ്രവർത്തനമോ ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുക ആദ്യം ചെയ്യേണ്ടത്. കാരണം ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും അവനെ നരകത്തിൽ ശാശ്വതനാക്കുന്ന ഒരു പ്രവർത്തനം ചെയ്യുകയും ചെയ്താൽ അവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവന് ഉപകരിക്കൂല. നിങ്ങൾക്കറിയില്ലേ, മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തെത്തിയപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായി പുറമേക്ക് പ്രഖ്യാപിച്ചിരുന്ന ചില ആളുകൾ, മുനാഫിക്കുകൾ, അവരെ പറ്റി അല്ലാഹു എന്താ പറഞ്ഞെന്നറിയോ? ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, മുനാഫിക്കുകൾ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു.
അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും ആദ്യം ഈ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാൻ ആദ്യം ചെയ്യുന്ന ഒന്നാമത്തെ പണി എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ എന്തെങ്കിലും നമ്മളെ നരകത്തിൽ ശാശ്വതനാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളിലുണ്ടോ പരിശോധിക്കണം. നമ്മൾ പരിശോധിക്കണം. അങ്ങനെ നമ്മൾ വിചാരിക്കേണ്ടത് നമ്മൾ എന്തല്ല ഇത് പറയാൻ കാരണം ഇത്രയും ഗൗരവത്തിൽ സൂചിപ്പിക്കാൻ കാരണം നമ്മളെ ഈ നരകത്തിൽ ശാശ്വതനാക്കുന്ന കാര്യങ്ങൾ അത് ചിലത് വിശ്വാസം കൊണ്ടുള്ളതുണ്ട്, ചിലത് സംസാരം കൊണ്ടുള്ളതുണ്ട്, ചിലത് പ്രവർത്തനങ്ങൾ കൊണ്ടുള്ളതുണ്ട്, ചിലത് സംശയം കൊണ്ടുണ്ടാവുന്നുണ്ട്, ചിലത് ഉപേക്ഷ ചെയ്യാതിരിക്കുന്നത് കൊണ്ടുള്ളതുണ്ട്. ഉദാഹരണം മനസ്സിലാൻ വേണ്ടി പറഞ്ഞുതരാം. ഉദാഹരണത്തിന് ഒരാൾ നിസ്കരിക്കുന്നില്ല എന്ന് വിചാരിക്കാം. അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി തൗഹീദൊക്കെ പറയുന്നുണ്ട്, ജാറങ്ങളിലേക്ക് പോകുന്നില്ല, മഖ്ബറകളിലേക്ക് പോകുന്നില്ല, ഔലിയാക്കന്മാരോട് തേടുന്നില്ല, അവർക്ക് നേർച്ച ബലി മറ്റ് വഴിപാടുകളൊന്നും അവർക്ക് കൊടുക്കുന്നില്ല, എല്ലാം റബ്ബിനോട് മാത്രം. പക്ഷെ അവൻ നിസ്കരിക്കുന്നില്ല. അങ്ങനെ ഒരുത്തൻ അവന്റെ വിധി അവൻ നരകത്തിലാണ്. അവന്റെ വിധി അവൻ നരകത്തിലാണ്. നമ്മൾ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് അസ്വല നിസ്കാരാണ്. ഫമൻ തറകഹ ഫഖദ് കഫർ. ആരാണോ അത് ഒഴിവാക്കിയത് അവൻ കാഫിറായി. ശ്രദ്ധിക്കണം, നമ്മൾ ഇതുപോലത്തെ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് പഠിക്കാത്തത് കൊണ്ട് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടും നരകത്തിൽ പോകുന്ന അവസ്ഥ നമ്മൾക്ക് വന്നുകൂടാ. അങ്ങനെ ഒരിക്കലും അവസ്ഥ നമ്മൾ ഉണ്ടായിക്കൂടാ. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ അന്വേഷിക്കണം എന്തൊക്കെയാണ് ഒരാളെ നരകത്തിൽ ശാശ്വതനാക്കുന്ന കാര്യങ്ങൾ, എന്തൊക്കെയാണ് ഒരാളുടെ ഈമാൻ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന കാര്യങ്ങൾ, എന്തൊക്കെയാണ് ഒരാൾ മുസ്ലിമെ അല്ലാതാക്കുന്ന വിഷയങ്ങൾ, എന്തൊക്കെയാണ് ദീനുൽ ഇസ്ലാം. നമ്മൾ പഠിക്കണം. ഒന്നാമത് ചെയ്യേണ്ട കാര്യമാണ്. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് നമ്മളുടെ രക്ഷയുടെ പിടിവള്ളിയാണ്. അതിന്റെ പ്രാധാന്യം മാത്രം പറയാൻ നിന്നുകളിൽ കുറെ പറയാനുണ്ട്. നിങ്ങൾ ഇത്ര എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒറ്റൊരു കാര്യം മാത്രം പറഞ്ഞുതരാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വർഗത്തിന്റെ താക്കോലാണ്. എന്നുവെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ കയറാൻ സാധിക്കും, അല്ലെങ്കിൽ കയറാൻ സാധിക്കില്ല. എത്ര കാലം നിങ്ങൾ നരകത്തിൽ കിടന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ അയാൾക്ക് ഒരിക്കലും സ്വർഗത്തിൽ കയറാനേ സാധിക്കില്ല, ഒരിക്കലും സാധിക്കില്ല. കോടാനുകോടി വർഷങ്ങൾ കിടന്നാലും അവൻ നരകത്തിൽ തന്നെയായിരിക്കും, അവിടെ നിന്ന് ഒരിക്കലും പുറത്തു കിടക്കില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാൻ ചൊല്ലിയിട്ടുണ്ട്, പക്ഷേ ചൊല്ലിയത് കൊണ്ട് മാത്രം ചൊല്ലി എല്ലാവരും നരകത്തിന് രക്ഷപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. നേരത്തെ പറഞ്ഞു മുനാഫിക്കുള്ള അവസ്ഥ നമ്മൾ പറഞ്ഞു. ചൊല്ലുന്നത് കൊണ്ടല്ല, അതിന് നമ്മൾ അതിൻ്റെതായി കൊടുക്കേണ്ട പാലിക്കേണ്ട ഒരുപാട് നിബന്ധനകളും മര്യാദകളുണ്ട്. അത് നമ്മൾ പാലിക്കുന്നതിനാണ് കാര്യം. അത് നമ്മൾ പാലിക്കുന്നതിനാണ് കാര്യം. നമ്മൾ എത്ര പേര് ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് എൻ്റെ ജീവിതത്തിൽ ഉപകരിക്കാൻ, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ എല്ലാ നിബന്ധനകളും പാലിച്ച, എല്ലാം കംപ്ലീറ്റ് ചെയ്ത ഒരാളാണെന്ന് വിചാരിക്കാം. എല്ലാ നിബന്ധനകളും പാലിച്ച ഒരാളാണെങ്കിൽ നമ്മൾക്ക് എത്ര തെറ്റുകൾ ഉണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും നരകത്തിൽ ശാശ്വതനാവില്ല. എത്ര തെറ്റുകൾ ഉണ്ടെങ്കിലും ഒരിക്കലും നമ്മൾ നരകത്തിൽ ശാശ്വതനാവില്ല. എന്ന് മാത്രമല്ല, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് കാരണത്താൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകളൊക്കെ എന്ത് ചെയ്തേക്കാം, പൊറുത്തു തന്നേക്കാം. ശ്രദ്ധിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ശ്രദ്ധിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് തെറ്റുകൾ പൊറുപ്പിക്കപ്പെടുന്നത് പോലെ മറ്റൊന്നുകൊണ്ട് നമ്മുടെ തെറ്റുകൾ പൊറുപ്പിക്കപ്പെടില്ല. നമ്മുടെ നിസ്കാരം കൊണ്ടോ നോമ്പ് കൊണ്ടോ സൽസ്വഭാവം കൊണ്ടോ മറ്റുള്ള ഇബാദത്തുകൾ കൊണ്ടോ നമ്മുടെ തെറ്റുകൾ പൊറുപ്പിക്കപ്പെടുന്നതിനേക്കാൾ ഏറ്റവും അധികം നമ്മുടെ തെറ്റുകൾ പൊറുപ്പിക്കപ്പെടുക ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടാണ്. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് ഞാൻ പറഞ്ഞുതരാം. അതിന്റെ ചുരുക്കം, ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിൽ അയാൾ മരിക്കാനായ അവസാന കാലഘട്ടത്തിലാണ് അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ഹക്കാണെന്ന് മനസ്സിലാക്കി അത് ഉച്ചരിക്കുന്നത്. അങ്ങനെ ഉച്ചരിച്ച് അയാൾ മരണപ്പെട്ട് അധികകാലം ജീവിക്കുന്നില്ല, കുറച്ച് സമയം, കുറച്ച് മണിക്കൂറുകൾ മാത്രം, എന്നിട്ട് അയാൾ മരണപ്പെടുകയാണ്. പക്ഷെ അയാൾ ചൊല്ലിയത് ആത്മാർത്ഥമായി സത്യസന്ധതയോടുകൂടി തന്നെ
ആണ് ചൊല്ലിയത്. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി തന്നെ സത്യസന്ധ ആത്മാർത്ഥമായി തന്നെ ചൊല്ലിയത്. പക്ഷെ അയാൾ ഉടനെ തന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ അദ്ദേഹം മരണപ്പെടുകയാണ്. ഇയാളുടെ ജീവിതത്തിന്റെ പാസ്റ്റ് ആണെങ്കിൽ, കഴിഞ്ഞു പോയ ഹിസ്റ്ററി ആണെങ്കിൽ മുഴുവൻ തിന്മകളാണ്, മുഴുവൻ വൃത്തികേടുകളാണ്. ഒരു നന്മ അയാൾക്ക് എടുത്തു പറയാനില്ല അയാളുടെ കഴിഞ്ഞു പോയ ജീവിതത്തിൽ. ഇയാൾ റബ്ബിന്റെ അടുക്കലേക്ക് ഹാജരാക്കപ്പെടുന്ന സന്ദർഭം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചിരുന്നുണ്ട്. എന്ത് പറഞ്ഞെന്നറിയോ? ഈ വ്യക്തി അവനെ റബ്ബിന്റെ അടുക്കൽ ഹാജരാക്കപ്പെടുമ്പോൾ അവൻ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഏടുകൾ ഇവന്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടും. ഇവൻ നോക്കുമ്പോൾ കണ്ണെത്താ ദൂരത്തോളം ഇങ്ങനെ ഇവൻ ചെയ്ത അമലുകൾ മുഴുവൻ ഏടുകൾ, ഇന്ന ദിവസം ഇന്ന സമയത്ത് ചെയ്ത് ഇന്ന തെറ്റ് എല്ലാം ഇങ്ങനെ കാണുന്നുണ്ട്. അവന്റെ ജീവിതത്തിന് മുഴുവൻ റെക്കോർഡ് അവൻ കൺമുന്നിൽ കാണണം. ഈ റെക്കോർഡിൽ മുഴുവൻ തിന്മകളാണ്, എവിടെയും ഒരു നന്മയില്ല, എവിടെയെങ്കിലും ഒരു ഭാഗത്തെങ്കിലും ഒരു നന്മ പറയാനില്ല, മുഴുവൻ തിന്മകൾ കൊണ്ട് നിറഞ്ഞൊരു ജീവിതമാണ്. അപ്പൊ ഈ തിന്മകൾ കണ്ട് ഇവൻ വെപ്രാളപ്പെട്ട് ഇവൻ ഉറപ്പിച്ചു ഞാൻ നരകത്തിലേക്ക്. അങ്ങനെ വെപ്രാളപ്പെട്ട് ബേജാറായി നിൽക്കുന്ന സമയത്ത് റബ്ബ് സുബ്ഹാനഹു ഇവനോട് ചോദിക്കും, ഈ തിന്മകൾ മീസാനിന്റെ തിന്മയുടെ ഭാഗത്ത് വെക്കുമ്പോൾ നന്മയുടെ ഭാഗത്ത് വെക്കാൻ നിനക്ക് എന്തെങ്കിലും ഒരു നന്മയുണ്ടോ ചോദിക്കും. നന്മയുടെ ഭാഗത്ത് വെക്കാൻ നിനക്ക് എന്തെങ്കിലും ഒരു നന്മയുണ്ടോ ചോദിക്കുമ്പോൾ അയാൾക്കൊന്നും ഓർമ്മ വരില്ല. അയാൾ ഇല്ല റബ്ബെ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയും. പിന്നെയും റബ്ബ് അവനോട് ചോദിക്കും, അപ്പോഴൊക്കെ അവൻ ഇല്ല എന്ന് പറയും. റബ്ബ് സുബ്ഹാനഹു എന്നിട്ട് അവനോട് അങ്ങോട്ട് പറയും, നീ ഒരു നന്മ ചെയ്തിട്ടുണ്ട്, നീ ഒരു നന്മ ചെയ്തിട്ടുണ്ട്. എന്താണ് നന്മ? എന്നിട്ട് ഇവൻ പറഞ്ഞ ഇലാ ഇലാഹ ഇല്ലല്ലാഹ് അതൊരു ഏടിൽ എഴുതിയൊരു കാർഡിന്റെ വലിപ്പുണ്ടാവും. ഈ കാർഡ്, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതിയ കാർഡുമായിട്ട് എന്ത് ചെയ്യും? മലക്കുകൾ കൊണ്ടുവരികയും എന്നിട്ട് ഈ നന്മയുടെ ഭാഗത്ത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് കാർഡും തിന്മയുടെ ഭാഗത്ത് ഇവന്റെ കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ആ ഏടുകൾ വെക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹയേക്കാൾ മറ്റൊന്നും കനന്തൂമൂല. അള്ളാഹുവിന് പുറത്തു കൊടുക്കുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് പെർഫെക്റ്റ് ആണെങ്കിൽ, അതിന്റെ ദീൻ പഠിപ്പിച്ചു തന്ന നിബന്ധനകളൊക്കെ നമ്മൾ കൃത്യമായി പാലിക്കുന്നവരാണെങ്കിൽ, അതിനേക്കാൾ നമ്മൾക്ക് പ്രതീക്ഷ വെക്കാൻ പറ്റുന്ന, നമ്മുടെ തെറ്റുകൾ പുറത്തു തരാനും സ്വർഗത്തിൽ പ്രവേശിക്കാനും നമ്മുടെ ദർജകൾ വർദ്ധിച്ചു കിട്ടാനും ഒക്കെ അതിനേക്കാൾ നമുക്ക് പ്രതീക്ഷ വെക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാ ഖുദ്സിയായ ഹദീസിൽ പഠിപ്പിച്ചിരുന്നുണ്ട്. അള്ളാഹു പറയുന്നത്, യബ്ന ആദം, ആദമിന്റെ മകനെ, മനുഷ്യ, ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർദി ഖതായ, നീ എന്റെ അടുക്കലേക്ക് ഖിയാമത്ത് നാളിൽ വിചാരണയ്ക്ക് വരുമ്പോൾ ഭൂമി നിറയെ തിന്മകളുമായിട്ടാണ് നീ എന്നെ കണ്ടുമുട്ടുന്നത്. സുമ്മ ലഖീതനി ലാ തുശ്രികു ബി ശൈഅ, എന്നിട്ട് നീ എന്റെ അടുക്കലേക്ക് എത്തുമ്പോ നീ എന്നിൽ ഒന്നിനെയും ശിർക്ക് ചെയ്തിട്ടില്ല, ഒരു ശിർക്കും നീ ചെയ്തിട്ടില്ല, വലിയനെ ചെയ്തിട്ടില്ല, റസൂലിനെ ചെയ്തിട്ടില്ല, മലക്കിനെ ചെയ്തിട്ടില്ല, ഒരാളെയും നീ ശിർക്ക് ചെയ്യാത്ത രൂപത്തിലാണ് നീ എന്റെ അടുക്കലേക്ക് എത്തുന്നതെങ്കിൽ ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറതൻ, ഞാൻ ഈ ഭൂമി നിറയെ മഗ്ഫിറത്തുമായി നിന്റെ അടുക്കലേക്ക് വരും. അല്ലാഹു സുബ്ഹാനഹു പഠിപ്പിച്ചു. ശിർക്കില്ലാതിരിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് കുറ്റമറ്റതായിരിക്കുക എന്നുള്ളതിനേക്കാൾ നമ്മൾ അന്വേഷിക്കേണ്ട, ചോദിച്ച് മനസ്സിലാക്കേണ്ട, ആഴത്തിൽ പഠിക്കേണ്ട മറ്റൊരു വിഷയമില്ല. അത് ശരിയാകാതെ നിസ്കരിച്ചിട്ട് കാര്യമില്ല, നോമ്പെടുത്തിട്ട് കാര്യമില്ല, ഖുർആൻ പാരായണം ചെയ്തിട്ട് കാര്യമില്ല, ഒന്നും കാര്യമില്ല. അല്ലേ? പല മുസ്ലിമീങ്ങൾക്കും, നിസ്കരിക്കാൻ അറിയുന്ന മുസ്ലിമീങ്ങൾക്ക് പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം പോലും അറിയില്ല. നിങ്ങളും ചോദിച്ചു നോക്ക്. ഞാൻ വെറുതെ പറയുന്നല്ല, ആലങ്കാരികമായിട്ട് പേടിപ്പിക്കാൻ പറയുന്നല്ല. നിസ്കരിക്കുന്ന 5 വഖത്ത് നിസ്കരിക്കുന്ന പല മുസ്ലിമീങ്ങൾക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം അതറിയില്ല. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം അറിയുന്നതാണ് ആദ്യത്തെ പടി. പിന്നെ അറിഞ്ഞിട്ടാണ് പിന്നെ പ്രവർത്തിക്കലും മാറ്റം വരുത്തലൊക്കെ. പിന്നെ ഈ അറിഞ്ഞ തന്നെ തെറ്റായ രൂപത്തിലാണെങ്കിലും പിന്നെ അവനെങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആളാവുക? അവനെങ്ങനെയാണ് തെറ്റുകൾ പൊറുപ്പിക്കപ്പെടുക? അവനെങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുക? ഇത് ഒന്നാമത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യമാണ്. ഒന്നാമത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യം ഇതാണ്. നമുക്ക് പല കാര്യങ്ങളും
നിർബന്ധമായും ഈ ദീനിൽ പഠിച്ചെടുക്കേണ്ട കാര്യങ്ങൾ നമുക്കുണ്ട്. അത് നമ്മൾ എത്ര തിരക്കുള്ള കച്ചവടക്കാരനായിട്ടും പണിക്കാരനായിട്ടും ജോലിക്കാരനായിട്ടും പ്രാരാബ്ദങ്ങളുള്ളവനായിട്ടും ഒന്നും കാര്യമില്ല. നമ്മൾ ഒരു മുസ്ലിം ആണെങ്കിൽ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ചില അറിവുകളുണ്ട്. പറഞ്ഞെന്താ? ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ. ദീൻ പഠിക്കുക, അറിവ് അന്വേഷിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിന്റെ മേലും, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, പ്രായപൂർത്തി എത്തിയ ഓരോരുത്തരുടെ മേലും ഫരീദത്തുൻ എന്ന് പറഞ്ഞു. നമ്മൾ ഫർദ് നിസ്കാരം എന്ന് പറയാറുണ്ട്, നിർബന്ധ നിസ്കാരങ്ങൾ. നമ്മളത് പഠിച്ചില്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാണ്. റബ്ബിന്റെ അടുത്ത് ചെന്നിട്ട് റബ്ബ് നമ്മളോട് ചോദിക്കുകയാണ്, നീ എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടും അതിനെതിരാകുന്ന ഇന്ന കാര്യം ചെയ്തത് ചോദിക്കുമ്പോൾ നമ്മൾ പറയണം, റബ്ബേ അത് അതിനെതിരാകുന്ന കാര്യമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പറയുന്നത് അതൊരിക്കലും നല്ലതല്ല. അതൊരിക്കലും നമ്മൾ സ്വീകരിക്കപ്പെടുമോ ഇല്ല നമുക്ക് ഉറപ്പില്ല. നമ്മുടെ മേൽ നിർബന്ധമാക്കി തന്നിട്ടുള്ള കാര്യമാണത്. അത് നമ്മൾ പൂർത്തീകരിക്കാൻ നമ്മളങ്ങനെ റബ്ബിന്റെ അടുക്കൽ ചെന്ന് ന്യായം പറയാൻ പറ്റുക? നമ്മളത് പൂർത്തീകരിക്കുന്ന നമ്മുടെ ബാധ്യതയാണ്. ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്, പഠിക്കുക എന്നുള്ളത്. നമുക്ക് പഠിക്കാതെ സ്വർഗത്തിൽ പോകാൻ പറ്റൂല. നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഇൽമില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹയെ പറ്റിയും നമ്മുടെ ഈമാന് പൂർണ്ണമായി തകർത്ത് കളയുന്ന കാര്യങ്ങളെ പറ്റിയും ഇതിനെ പറ്റിയിട്ടൊന്നും നമ്മൾ പഠിക്കാതെ, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താതെ നമുക്കൊരിക്കലും സ്വർഗത്തിലെത്താൻ കഴിയില്ല. നമ്മളിത് പഠിക്കാതെ നമുക്ക് വേറൊരു നിവൃത്തിയില്ല, മറ്റൊരു മാർഗവും നമുക്കില്ല. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമുക്ക് കിട്ടിയ ഹിദായത്ത് എന്ന അനുഗ്രഹത്തിന് നന്ദി കാണിക്കേണ്ടത് ഇങ്ങനെ. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞ പ്രാർത്ഥന, രണ്ടാമത്തെ നമ്മൾ അതിനുള്ള വഴിയായിട്ട് ആദ്യം പറഞ്ഞത് അറിവ് അന്വേഷിക്കുക, പഠിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ്, ഞാൻ എന്തൊക്കെയാണ് ആദ്യം പഠിക്കുക, ഞാൻ എന്തൊക്കെയാണ് ആദ്യം മാറ്റം വരുത്തേണ്ടത്, എന്തൊക്കെ വിഷയങ്ങൾ ചെയ്താണ് ഞാൻ നരകത്തിൽ നിന്ന് പൂർണ്ണമായി രക്ഷപ്പെടുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കണം. പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ പഠിച്ചെടുത്ത കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണം, അല്ലെ? നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കാര്യം ഹറാമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്ത് ചെയ്യണം? ആ ഹറാമ് നമ്മൾ എത്ര കാര്യം ചെയ്തിരുന്നതാണെങ്കിലും നമ്മളത് ഒഴിവാക്കണം. ഒരു കാര്യം വാജിബാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എത്ര കാലം നമ്മുടെ ജീവിതത്തിൽ അത് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമ്മളത് എന്ത് ചെയ്യാൻ തുടങ്ങണം? നമ്മുടെ ജീവിതത്തിൽ അത് ചെയ്തു തുടങ്ങാൻ ആരംഭിക്കണം. അങ്ങനെ അതിനനുസരിച്ച് നമ്മൾ പഠിക്കുന്നതിനനുസരിച്ച് അറിവിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകണം. നിങ്ങൾ ഇത്ര ചെയ്താൽ മതി. സിമ്പിളാണ്, ഞാൻ എളുപ്പത്തിൽ മനസ്സിലാൻ വേണ്ടി പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഈ ഒരു വാശി വേണം. അതായത് ഞാൻ കൃത്യമായി അറിവിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരു കാര്യം ദീനിൻ്റെതായി വിശ്വസിക്കുകയോ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യില്ല എന്ന വാശി നിങ്ങൾക്കുണ്ടായാൽ, അറിഞ്ഞിട്ടേ ഞാൻ വിശ്വസിക്കൂ, അറിഞ്ഞിട്ടേ ഞാൻ സംസാരിക്കൂ, അറിഞ്ഞിട്ടേ ഞാൻ പ്രവർത്തിക്കൂ, ഈ ഒരു നിലപാടിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ളതൊക്കെ എളുപ്പം. നിങ്ങളുടെ വിശ്വാസം ശരിയാവും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ശരിയാവും, സംസാരങ്ങൾ എല്ലാം ശരിയാവും. നിങ്ങൾക്കറിയാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഞാൻ വിശ്വസിക്കൂല, പ്രവർത്തിക്കൂല, സംസാരിക്കൂല എന്ന തീരുമാനത്തിലേക്ക് എത്തും, എന്ന നിലപാടിലേക്ക് എത്താം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആദ്യം നിങ്ങളുടെ വീട്ടിൽ നമ്മളൊക്കെ ഒരു മനുഷ്യൻ സാധാരണഗതിയിൽ അവന്റെ ചുറ്റുപാട് എന്തായിരിക്കും, അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുക? അവന്റെ വിശ്വാസം രൂപപ്പെടുക. നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം എന്നുള്ളത് നമ്മുടെ കുടുംബക്കാര്, അല്ലെങ്കിൽ വീട്ടുകാര്, അല്ലെങ്കിൽ അയൽക്കാര്, ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ വിശ്വാസങ്ങൾ, അതിന്റെ സ്വാധീനം നമ്മളിൽ വളരെയധികം ഉണ്ടാവും. ഈ വിശ്വാസത്തിൽ നെല്ലും പതിലൊക്കെ ഉണ്ടാവും, ഹക്കും ബാത്തിലൊക്കെ ഉണ്ടാവും. നമുക്കിതിലെ ബാത്തിൽ ഏതാണ് ഹക്ക് ഏതാണെന്ന് വേർതിരിച്ച് മനസ്സിലാക്കി നമ്മുടെ വിശ്വാസം ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്, ആദ്യം ചെയ്യേണ്ട കാര്യം. അതിന് നിങ്ങൾ ചോദിക്കണം, അറിയുന്ന ആളുകളോട് ചോദിക്കണം. അത്തരം വിശ്വാസ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന സംവിധാനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സ്വീകരിക്കണം. അത്തരം സൗകര്യങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം.
എന്നിട്ട് നിങ്ങളുടെ വിശ്വാസം നിങ്ങളൊന്ന് ഒരു വിചിന്തനം നടത്താം, ഒന്ന് പരിശോധിക്കണം. എൻ്റെ വിശ്വാസത്തിൽ എന്തെങ്കിലും കലർപ്പുകൾ, ഇസ്ലാമികപരമായിട്ടുള്ളതല്ലാത്ത ആ വിശ്വാസങ്ങൾക്ക് എതിരാകുന്ന എന്തെങ്കിലും എൻ്റെ വിശ്വാസത്തിൽ കടന്നുകൂടിയിട്ടുണ്ടോ നമ്മൾ ചിന്തിക്കണം. അങ്ങനെയുള്ള വിശ്വാസങ്ങൾ നമ്മുടെ നാട്ടിൽ എമ്പാടും വ്യാപകമായിട്ടുണ്ട്, ധാരാളക്കണക്കിനുണ്ട്. മുസ്ലിമീങ്ങൾക്കിടയിൽ പോലും വളരെയധികം വ്യാപിച്ചിട്ടുണ്ട്. എത്രത്തോളം ഇപ്പൊ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് എന്ത്, ഈ ത്വരീഖത്തുകൾ, മശായിഖന്മാരും മുരീദന്മാരും എന്നൊക്കെ പറഞ്ഞിട്ട് അവരതിലൂടെ ഉദ്ദേശിക്കുന്നത് ആ ത്വരീഖത്തിലേക്ക് ആ ഷെയ്ഖിന്റെ മുരീദായി നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞാൽ, ബൈഅത്ത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് എന്ത് വേണ്ടതില്ല, പിന്നെ നമ്മൾക്ക് ഹറാമുകളൊന്നും ചെയ്യേണ്ടതില്ല, നോക്കേണ്ടതില്ല, വാജിബുകളൊന്നും കൃത്യമായി പാലിക്കേണ്ടതില്ല. പ്രത്യേകിച്ചും അതിലൊരു യഖീനിന്റെ പദവി എന്ന് പറഞ്ഞിട്ട് ഒരു പദവി പറയാം. ആ ഒരു ദർജയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഹറാമും പിന്നെ ഹറാമല്ല, പിന്നെ ഒരു വാജിബും വാജിബല്ല അല്ലെ. അതുകൊണ്ടല്ല നമ്മുടെ നാട്ടിൽ പല ആളുകളെയും റമദാനിൽ നോമ്പെടുക്കാറില്ല എന്നും 5 നേരം നിസ്കരിക്കാറില്ല എന്നൊക്കെ പറയുന്ന പല ആളുകളെയും അള്ളാഹുവിന്റെ വലിയകളാണെന്ന രൂപത്തിൽ ആളുകൾ ചിത്രീകരിക്കുന്നത് ഈ തെറ്റായ വിശ്വാസം മനസ്സിലുള്ളത് കൊണ്ടാണ്. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ നാട്ടിൽ, ഞാൻ മനസ്സിലാൻ വേണ്ടി പറയാം, നമ്മുടെ നാട്ടിൽ വളരെയധികം പ്രസിദ്ധനായ ഒരു വ്യക്തിയാണ് ആര്, മുഹൈദ്ദീൻ ഷെയ്ഖ് എന്ന പേരിൽ അറിയപ്പെടുന്ന അബ്ദുൽ ഖാദിർ ജീലാനി. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ? ഇല്ലേ, കേട്ടിട്ടില്ലേ? അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാഹ്. അദ്ദേഹം നല്ല അഹ്ലു സുന്നത്തിൽപ്പെട്ട, ശരിയായ ആദർശമുള്ള, ശരിയായ വിശ്വാസമുള്ള, വളരെ നല്ല ഇബാദത്തും ഇൽമൊക്കെ ഉള്ള നല്ലൊരു പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് കറാമത്തുകൾ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. അതിനെ പലതും എരിവും പുളിയൊക്കെ ചേർത്തി പലതുമായിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കുക. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവം നമ്മൾ ശ്രദ്ധിക്കണം. നടന്നൊരു സംഭവം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ, അദ്ദേഹം ഒരു സന്ദർഭത്തിൽ മരുഭൂമിയിലൂടെ എന്ത് ചെയ്യണം, ഒറ്റയ്ക്ക് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് എവിടെന്നോ ഉറക്കെ വിളിക്കുകയാണ്, യാ അബ്ദുൽ ഖാദിർ, അബ്ദുൽ ഖാദിറെ എന്ന് വിളിക്കുകയാണ്. ഇദ്ദേഹം ചുറ്റും നോക്കുമ്പോൾ എവിടെയും ആരും കാണൂല. വീണ്ടും അദ്ദേഹം നടക്കും, അപ്പൊ നടന്നുകൊണ്ടിരിക്കും, വീണ്ടും വിളിക്കാം, യാ അബ്ദുൽ ഖാദിർ. അപ്പൊ അദ്ദേഹം വീണ്ടും നോക്കുമ്പോൾ മുകളിൽ ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ ഒരു മേഘത്തിന്റെ ഒരു പ്രത്യേക ഷെയ്പ്പായിട്ടൊരു രൂപം, അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ശബ്ദം വരുന്നത്. ഇദ്ദേഹം ആ മേഘത്തിൽ നിന്ന് ശബ്ദം വരുന്ന മനസ്സിലായി മേഘത്തിലേക്ക് നോക്കുമ്പോൾ മേഘം ഇദ്ദേഹത്തോട് സംസാരിക്കും. അവിടെ നിന്ന് തന്നെ ശബ്ദം വരുന്നു. മേഘം എന്താ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. മേഘം എന്താ പറയുന്നറിയോ? അബ്ദുൽ ഖാദിറെ, ഞാൻ അള്ളാഹുവാണ്. അബ്ദുൽ ഖാദിറെ, ഞാൻ അള്ളാഹുവാണ്. നിന്റെ ഇത്രയും കാലത്തെ ഇബാദത്തും പരിശ്രമങ്ങളും നിന്റെ സുഹൃതും ഇൽമു പഠനവും ഇതൊക്കെ ഞാൻ കണ്ടിട്ട് നിന്നിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനി മുതൽ നിനക്ക് ഒരു ഹറാമും ഹറാമല്ല. ഇനി മുതൽ നിനക്ക് ഒരു ഹറാമും ഹറാമല്ല എന്ന മേഘത്തിന് ശബ്ദം വരിക. നമ്മളൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും ആ സന്ദർഭത്തില്? അൽഹംദുലില്ലാഹ് അല്ലെ, ഇത്രയും കാലം നമ്മൾ കഷ്ടപ്പെട്ടതിനുള്ള റിസൾട്ട് എപ്പോഴെങ്കിലും കിട്ടിയല്ലോ അല്ലെ, അങ്ങനെ ചിന്തിക്കാൻ. അദ്ദേഹം മേഘത്തിനോട് പറഞ്ഞെന്തെന്നറിയോ? ഇഖ്സ അദുവല്ലാഹ്, അള്ളാഹുവിന്റെ ശത്രുവെ നീ തുരഞ്ഞു പോകട്ടെ, അള്ളാഹുവിന്റെ ശത്രുവെ നീ തുരഞ്ഞു പോകട്ടെ എന്നാ പറഞ്ഞു. അപ്പൊ ആ ശബ്ദം ആശ്ചര്യത്തോടെ ചോദിക്കുകയാണ്, ഞാൻ ഇങ്ങനെയൊക്കെ വന്നിട്ടും ഈ തന്ത്രം ഇങ്ങനെയൊക്കെ ഈ രൂപത്തിൽ തന്ത്രം പയറ്റിയിട്ടും ഞാൻ ശൈത്താനാണെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി ചോദിച്ചു. അപ്പൊ അബ്ദുൽ ഖാദിർ അഹ്മദ് പറഞ്ഞ മറുപടി നമ്മൾ ശ്രദ്ധിക്കണം. അദ്ദേഹം എന്താ പറഞ്ഞതറിയോ? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഈ ദുനിയാവിൽ ആരെയാ? അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്ത് ചെയ്തിട്ടില്ല? മരിക്കുന്നതിന് സെക്കൻഡ് മുമ്പ് പോലും ഒരു ഹറാമ് പോലും ഹലാലാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെങ്ങനെ അബ്ദുൽ ഖാദിർ അള്ളാഹ് ഹലാലാക്കി തരാ? പിന്നെങ്ങനെ അള്ളാഹു അബ്ദുൽ ഖാദിർ ഹലാലാക്കി തരാ ചോദിക്കുക. അപ്പൊ ശൈത്താൻ എന്താ പറയുന്നറിയോ? അബ്ദുൽ ഖാദിറെ, ഇൽമുള്ളത് കൊണ്ട് നീ രക്ഷപ്പെട്ടു. നിനക്ക് മുമ്പ് ഇതേ രൂപത്തിൽ ഇതേ തന്ത്രം പയറ്റിട്ട് ഞാൻ 70 ആബിദീങ്ങളെ വഴിതെറ്റിച്ചിട്ടുണ്ട്.
വിവാദത്തിൽ തന്നെ ദീൻ പഠിക്കാതെ, ദീന്റെ വിഷയങ്ങളൊന്നും മനസ്സിലാക്കാതെ, വിശ്വാസ കാര്യങ്ങൾ ചോദിച്ചറിയാതെ, തെളിവിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസം ക്രമീകരിക്കാതെ കുറെ ഇബാദത്തുകൾ തന്നെ തുടരുന്ന ആളുകൾ, അങ്ങനെയുള്ള 70 പേര് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതേ തന്ത്രം പയറ്റിയിട്ട് ഞാൻ വഴിതെറ്റി. അവർ കേട്ട പാതി കേൾക്കാത്ത പാതി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, എല്ലാ ഹറാമുകളും ചെയ്യാൻ ഓടും. അങ്ങനെ ഹറാമുകൾ ചെയ്ത് അവർ വഴിതെറ്റും, വലിയ മോശപ്പെട്ട അവസ്ഥയിലേക്കാവും. പലപ്പോഴും പലരും കുഫറിലേക്ക് അവരെത്തും, മുസ്ലിമേ അല്ലാതെ. അങ്ങനെ 70 പേരെ ഞാൻ വഴിതെറ്റിച്ചിട്ടുണ്ടെന്ന് എന്ത് ചെയ്യണം ഷെയ്ഖാൻ അബ്ദുൽ ഖാദർ റഹ്മത്തുള്ളാഹി പറയും. നമ്മുടെ വിശ്വാസം നമ്മൾ ക്രമീകരിക്കുക, അതിന് വേണ്ട ഇൽമ നമ്മൾ കരസ്ഥമാക്കുക എന്നുള്ളത് വളരെ അനിവാര്യമാണ്. അല്ലെങ്കിൽ ഇതേപോലത്തെ ഏതെങ്കിലും ഒരു സന്ദർഭം, ഒരൊറ്റ സെക്കൻഡ്, ഒരു ചെറിയൊരു സാഹചര്യം കൊണ്ട് എന്ത് ചെയ്തേക്കും, നമ്മുടെ ദീൻ മുഴുവൻ നമുക്ക് നഷ്ടപ്പെട്ടേക്കും. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത്, നമുക്ക് നമ്മുടെ ഈ ഹിദായത്ത് അത് നമ്മളിൽ ഉറപ്പിച്ചു നിർത്താൻ വളരെയധികം നമുക്ക് സഹായകരമാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ഈ നമ്മൾക്ക് മനുഷ്യരാശിക്ക് മുഴുവൻ ഓരോ മേഖലകളിലും ഏറ്റവും നല്ലത് പഠിപ്പിച്ചു തരുന്ന ഒരു ഗ്രന്ഥം അള്ളാഹു നമുക്ക് അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇന്ന ഹാദൽ ഖുർആൻ അല്ലദീ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും നല്ലതിലേക്ക് വഴി കാണിക്കുന്ന ഈ ഖുർആൻ. പക്ഷെ ആ ഖുർആൻ നമ്മൾ നോക്കുന്നില്ല, നോക്കിയാലൊട്ട് നമ്മൾക്കത് എന്ത് ചെയ്യുന്നില്ല, ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്നില്ല. കാരണം എന്താ, നമുക്കതൊന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ ഇങ്ങനെ വായിച്ചു പോകുന്നുണ്ട്, ഖത്തം തീർക്കുന്നുണ്ട്, കുറെ സൂറത്തുകൾ ഓതി തീർക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ അതിന് പ്രതിഫലം ഉണ്ട്, ഞാൻ മോശമാക്കി പറയല്ല. അതുകൊണ്ട് കിട്ടേണ്ട ഉപകാരം നമുക്ക് കിട്ടുന്നില്ല. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് കേവലം ഓതി തീർക്കാൻ വേണ്ടി മാത്രം, ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതല്ല. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് അത് നമ്മൾ ഓതുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരണം. സ്വഹാബത്തൊക്കെ പറയാറുണ്ട്, 10 ആയത്ത് ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ആ 10 ആയത്തിൽ എന്തൊക്കെ ഇൽമുണ്ടോ അതും കിട്ടും, അതുകൊണ്ട് എന്തൊക്കെ അമല് ചെയ്യാനുണ്ടോ ആ അമലുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ കാണുകയും ചെയ്യും. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒക്കെ സൂറത്തുൽ ബഖറ പഠിക്കാൻ എത്രയോ വർഷങ്ങൾ, 7 or 6 വർഷങ്ങൾ സൂറത്തുൽ ബഖറ മാത്രം പഠിക്കും. ഓരോ ആയത്തുകൾ പഠിക്കുമ്പോഴും അതിനുള്ള അമലുകൾ അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ, അതിനു വേണ്ടിയിട്ടാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. അല്ലെ, ആയിഷ റളിയല്ലാഹു അൻഹയോട് താബിഈങ്ങൾ ചോദിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം, അദ്ദേഹത്തിന്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു? അപ്പൊ ആയിഷ റളിയല്ലാഹു തിരിച്ചു പറയുന്ന മറുപടി എന്താണെന്നറിയോ? നീ ഖുർആൻ വായിച്ചിട്ടില്ലേ? കാന ഖുലുഖുൽ ഖുർആൻ, അവിടുത്തെ സ്വഭാവം എന്നുള്ളത് ഖുർആനായിരുന്നു. നമുക്ക് എത്ര പേർക്ക്, നമ്മൾ എത്രയോ വട്ടം ഖത്തം തീർക്കുന്ന ആളുകൾ ഇതിലുണ്ടാവും. ഏതെങ്കിലും ഒരു ആയത്ത് വായിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ അതിനനുസരിച്ച് മാറ്റം വരുത്തിയ എത്ര ആളുകൾ നമ്മളിലുണ്ട്? ഏതെങ്കിലും ഒരു ആയത്ത് നമ്മൾ കടന്നു പോകുമ്പോൾ ആ ആയത്തിലുള്ള ആശയത്തെപ്പറ്റി, അതിന്റെ ഗാംഭീര്യത്തെപ്പറ്റി ആലോചിച്ച് നമ്മൾക്ക് കരച്ചു കടക്കാൻ പറ്റാതെ നമ്മൾ ആയത്ത് നിർത്തിവെച്ച അവസ്ഥ എത്ര നമുക്ക് കടന്നു പോയിട്ടുണ്ട്? ഒന്നും ഉണ്ടായിട്ടില്ല. അള്ളാഹു പറഞ്ഞത്, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. ഈ ഖുർആനെ നാം ഒരു പർവ്വതത്തിൽ അവതരിപ്പിച്ചാൽ ആ പർവ്വതം എന്ത് ചെയ്തേനെ? പൊട്ടി തകർന്നു പോയെ. പർവ്വതത്തെക്കാൾ അടുത്തുപോയ ഹൃദയമല്ല നമ്മുടെ, ഉറപ്പായല്ല. പക്ഷെ നമ്മുടെ പ്രശ്നമുള്ളത്, നമ്മൾ മലയാളികളാണ്. ജനിക്കുമ്പോൾ മലയാളിയെ ജനിച്ചു, മരിക്കുമ്പോഴും മലയാളിയാണ്. അതിനൊരു മാറ്റം നമ്മൾ വരുത്തൂല. മലയാള തനിമയിൽ തന്നെ അങ്ങനെ കഴിച്ചുകൂടി അറബി പഠിക്കാനുള്ളൊരു, നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ ഭാഷകൾ പഠിക്കുന്നുണ്ട് അല്ലെ? ഈ ഭാഗത്തുള്ള ആളുകൾക്ക് ഹിന്ദി അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല. നമ്മളെ ആരും ഹിന്ദിക്കാരല്ല. പക്ഷെ നമുക്ക് ഇവിടെയുള്ള നമ്മുടെ
മറ്റു നാടുകളിൽ വരുന്ന ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ ഹിന്ദി അറിയാതെ പറ്റൂല, വേറെ നിവൃത്തിയില്ല, പഠിക്കൂ. നമ്മുടെ മക്കളൊക്കെ ഇംഗ്ലീഷ്, പല മക്കൾക്കും 10, 15 വയസ്സുള്ള മക്കൾക്കൊക്കെ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്ന ആളുകളുണ്ട്. അതും പഠിക്കും. നമ്മുടെ ദുനിയാവിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ഭാഷകൾ പഠിക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ എത്രയോ എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കുന്ന ഭാഷയാണ് അറബി ഭാഷ. അത് പഠിച്ചാലാണെങ്കിൽ നമുക്ക് കിട്ടാവുന്ന ഉപകാരങ്ങൾ ചില്ലറല്ല. നിങ്ങൾക്കറിയോ, നിങ്ങളുടെ നിസ്കാരം, ഇന്ന് നിങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരം ഉണ്ടല്ലോ, ഈ നിസ്കാരവും നിങ്ങൾ അറബി പഠിച്ചതിന് ശേഷം നിങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരവും രണ്ടാണ്. ഒന്ന് പടിഞ്ഞാറാണെങ്കിൽ മറ്റൊന്ന് കിഴക്കാണ്. രണ്ടും തമ്മിൽ ഒരിക്കലും കൂട്ടിമുട്ടൂല. അല്ലാഹു പറഞ്ഞെന്താ, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരം എന്നുള്ളത് എന്ത് ചെയ്യും? അത് നമ്മളെ വൃത്തികേടുകൾ, നിസ്കരിക്കുന്ന ആളെ വൃത്തികേടുകൾ തടയുന്ന. കാരണം എന്താ, നിസ്കാരം കഴിയുന്നതോടുകൂടെ അവന്റെ ഈമാൻ ഫുള്ള് ചാർജ് ആവും. പിന്നെ അവന് ഹറാമ് ചെയ്യാൻ തോന്നൂല. നമ്മൾ ഏത് നിസ്കാരം കേട്ടാൽ നമ്മുടെ ഈമാൻ നമ്മുടെ ബൂസ്റ്റ് ആയിട്ടുള്ള, ചാർജ് ആയിട്ടുള്ളത്. കാരണം എന്താ, നമ്മുടെ നിസ്കാരം, നമ്മൾ എന്താ നിസ്കരിക്കും, എന്താ പറയുന്നത്, ഞാൻ എന്താ ചൊല്ലുന്നത്, ഞാൻ ആരുടെ മുന്നിൽ നിൽക്കുന്നത് എന്നൊന്നും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ചിന്ത വരുന്നില്ല. ഇത് വളരെയധികം എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അറബി ഭാഷ എന്നുള്ളത് വളരെയധികം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഈ അറബി ഭാഷ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തായി, നമുക്ക് ഖുർആനുണ്ട്, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളുണ്ട്. ഇത് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയും പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ അറബി ഭാഷയിൽ നമുക്ക് നല്ല അറിവുകൾ എളുപ്പത്തിൽ പഠിപ്പിച്ചിരുന്ന പണ്ഡിതന്മാരുണ്ട്. അങ്ങനെ ഒരുപാട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഉപകാരങ്ങൾ ഈ ഒറ്റൊരു ഭാഷ പഠിക്കുന്നതിലൂടെ നമുക്ക് കരസ്ഥമാക്കിയെടുക്കാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നുള്ളത്, അത് പ്രാർത്ഥനയാണെന്ന് പലർക്കും അറിയുക പോലും. എത്രയും കാലം ഓരോ റക്അത്തിൽ നിസ്കാരത്തിൽ ചൊല്ലുന്ന സൂറത്തായിട്ടും പ്രാർത്ഥനയായിട്ടും ആയത്തായിട്ടും പോലും അതൊരു പ്രാർത്ഥനയാണെന്ന് പോലും അറിയാത്ത എത്ര മുസ്ലിങ്ങളുണ്ടെന്ന് അറിയാം നിങ്ങൾക്ക്. അതുപോലും അറിയാത്ത ഒരാൾക്ക് എങ്ങനെയാണ് അത് റബ്ബിന് മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ ഞാൻ റബ്ബിനോട് ചോദിക്കുകയാണല്ലോ, ആ ചോദിക്കുന്നതിന്റെ ബോധം എങ്ങനെ ഒരാൾക്കൊരു ഹൃദയത്തിൽ വരിക? അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് മനസ്സിൽ കടന്നു വരിക? ഒരിക്കലും വരൂല. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റം വരുത്തുന്ന കാര്യങ്ങൾ. നമ്മൾ ഇങ്ങനെ തന്നെ തുടരാൻ പറ്റൂല. ഇങ്ങനെ തന്നെ തുടർന്ന നമുക്ക് സിമ്പിളായി ഒഴുക്കിന്റെ ഒപ്പം ഒഴുകി പോയാൽ നമുക്ക് എളുപ്പത്തിൽ നരകത്തിലേക്ക് എത്താം. ഒരു പ്രയാസം, നരകത്തിലേക്ക് എത്താൻ സിമ്പിളാണ്. സ്വർഗത്തിന്റെ വഴിയെ പറ്റി നമ്മൾ പറഞ്ഞത് ഫലഖത്തഹമൽ അഖബ, അഖബ എന്ന് പറഞ്ഞു. സ്വർഗത്തിന്റെ വഴി അഖബ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? എന്താ അഖബ? മലമ്പാത എന്ന് മലയാളത്തിൽ പറയും. എന്നുവെച്ചാൽ നമ്മൾ ട്രക്കിങ്ങിനൊക്കെ കയറാറുണ്ട്. കുടുസുള്ള, കയറ്റമുള്ള, ഒരുപാട് എളുപ്പമുള്ള, സിമ്പിളായിട്ടുള്ള വഴിയല്ല. കയറി പറ്റാൻ കുറച്ച് പ്രയാസമുള്ള വഴിയാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പഠിപ്പിച്ചത് എന്താ, ജനങ്ങൾക്കൊരു കാലഘട്ടം വരാനുണ്ട്. അന്ന് ദീൻ മുറുകെ പിടിക്കുന്നത് എന്തുപോലെയാണ്? കൈവെള്ളയ്ക്കുള്ളിൽ തീക്കനൽ പിടിക്കുന്ന പോലെയാണ് എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് കുറച്ച് പ്രയാസം കൂടുതൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ഓരോരുത്തരും റബ്ബിന്റെ തൃപ്തി മാത്രം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, പരലോകത്ത് നരകത്തിന് രക്ഷപ്പെടണമെന്ന് ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ ഈ മാറ്റങ്ങളൊക്കെ നമ്മളിൽ വരുത്തിയേ വേറൊരു വഴി നമുക്കില്ല. ഇതെല്ലാം നമുക്ക് രക്ഷപ്പെടാൻ നമ്മുടെ സമ്പത്തോ നമ്മുടെ കുടുംബ മഹിമയോ മറ്റെന്തെങ്കിലും നമ്മുടെ സ്വാധീനമോ ഒന്നും നമുക്ക് എന്ത് ചെയ്യില്ല, പരലോകത്ത് ഉപകരിക്കും. നമുക്ക് അറിയുന്ന വിഷയമാണ്, പരലോകത്ത് നമുക്ക് മറ്റൊന്നും ഉപകരിക്കൂല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമുക്ക് രക്ഷപ്പെടാൻ ഉള്ള ഈ ഒരേ ഒരു വഴി അത് നമ്മൾ കരസ്ഥമാക്കിയിട്ടുണ്ടോ, ഞാൻ രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയിലാണോ ഇന്ന് ഞാൻ കിടന്നുറങ്ങാൻ പോകുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, വളരെ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ നമ്മളിൽ പൂർത്തീകരിക്കാൻ അതിനു വേണ്ട സംവിധാനങ്ങളൊക്കെ നമ്മൾ തന്നെ കണ്ടെത്തി അന്വേഷിച്ചോളാം. പെട്ടെന്ന് അതിനു വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ സജ്ജീകരിച്ച് അതിന് വേണ്ട നമുക്ക് വേണമെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യാറുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഇതത്രയും ഗൗരവപ്പെട്ട വിഷയമാണെന്നുള്ളത് മനസ്സിൽ ഉൾക്കൊണ്ട് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കഴിയുന്നതിന്റെ പരമാവധി നമ്മൾ പരിശ്രമിക്കുക, റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഒരിക്കലും നമ്മുടെ പ്രവർത്തനം, നമ്മുടെ സംസാരം, നമ്മൾ പ്രഖ്യാപിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹും ഷഹാദത്ത് കലിമയ്ക്കും നമ്മുടെ മനസ്സിലുള്ള വിശ്വാസത്തിനും എതിരാകാത്ത
അതേപോലെ തന്നെ ആഖിറത്തിൽ റബ്ബിന്റെ അടുക്കൽ പോകുമ്പോൾ വിചാരണ ചെയ്യപ്പെടുമ്പോൾ കുടുങ്ങിപ്പോകാത്ത രൂപത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരുടെയും വിശ്വാസത്തെയും പ്രവർത്തനത്തെയും ആക്കി തീർക്കുമാറാവട്ടെ. അതേപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ മനസ്സിലാക്കുവാനും അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ വരുത്തുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.